നമുക്കിന്നൊരു നട്ട്സ് പൗഡർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള നട്ട്സുകൾ ആൽമണ്ട്, റോസ്റ്റഡ് ഗ്രാം, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, പീനട്ട്, കാഷ്യൂനട്ട്, മക്കാന, വാൾനട്ട്, ഇതെല്ലാം ആണ് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നട്ട്സുകൾ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിത് റോസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിത് പതിയെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് ഇളക്കാൻ. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിലുള്ളൂ നമുക്കിത് നന്നായിട്ട് കിട്ടുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഏകദേശം ഈ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എടുത്തു വെക്കാം കേട്ടോ. ഏകദേശം ഒന്ന് ചൂടാറുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട്. ഇത് നന്നായിട്ട് അങ്ങനെ അടിച്ചുകൊണ്ട് വരുന്നാൽ ഇത് വേറൊരു രൂപത്തിലാവും. അപ്പോൾ ആ ഒരു അബദ്ധം നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ പതിയെ ഇങ്ങനെ കുറച്ചീച്ച അടിച്ചിട്ട് വേണം ഇത് എടുക്കാൻ. ഇത് നമ്മൾ ബേബീസിനൊക്കെ വെയിറ്റ് ഗെയിനിങ് കൂട്ടാനൊക്കെ സഹായിക്കും കേട്ടോ. ഇത് എൻ്റെ അനിയത്തിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളാണെങ്കിൽ 1 വയസ്സായിട്ട് ഫുഡ് ചോറൊന്നും കഴിക്കൂല. ആളാകെ രാഗി മാത്രമേ കഴിക്കുള്ളൂ. അപ്പം നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധം. അപ്പോൾ ഓക്കെ, ബായ്.